ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പുതിയ സിനിമയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 റിലീസായിട്ടുള്ള സിനിമയാണ്. 2024 റിലീസായിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തമിഴ് സിനിമകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ വരാൻ എന്തുകൊണ്ടും യോഗ്യമായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് കുരങ്ങപെടൽ എന്നാണ് ഈ സിനിമയുടെ പേര്. ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ആമസോണിൽ തന്നെ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. പ്രൈം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ സിനിമകളിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക് നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. ആമസോണിൻ്റെ ഡെലിവറീസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. പിന്നെ ഇപ്പോൾ പ്രൈം സെയിൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് പല ഓഫേഴ്സും അൺലോക്ഡ് ആയിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ. അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്താൽ എനിക്ക് ചെറിയ കമ്മീഷൻ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ കുരങ്ങപെടലിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് എ നൈസ് മൂവി. ഇതൊരു ഭയങ്കര രസമുള്ള ഒരു കുഞ്ഞു പടമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ അവർ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. 4 കൂട്ടുകാർ അവരൊരു വെക്കേഷൻ സമയത്ത് സൈക്കിൾ ചവിട്ടാൻ പഠിക്കാമെന്ന് പറയുന്ന ഒരു ആഗ്രഹം. അങ്ങനെ അവർ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുന്നു. ആ വാടകയ്ക്ക് എടുക്കലുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ 80കളൊക്കെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് അറിയാലോ 10 പൈസയ്ക്കും 50 പൈസയ്ക്കൊക്കെ വലിയ വിലയുണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ പണം എടുക്കാനില്ലാത്ത അങ്ങനത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിലൊക്കെയുള്ള കുട്ടികളിങ്ങനെ സൈക്കിൾ ചവിട്ടണമെന്ന് ആഗ്രഹിക്കും. അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ അറേഞ്ച് ചെയ്ത് ഈ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിക്കുന്ന കുറേ കാര്യങ്ങളിലൂടെയാണ് സിനിമ കുറച്ചൊരു സീരിയസ് നോട്ടിലേക്ക്. അത് സീരിയസ് അല്ല, ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന ആ ഒരു കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ, കുഞ്ഞു കുഞ്ഞു പേടികൾ, പിന്നെ കുറേ നല്ല മനുഷ്യരെ നമുക്ക് കഥാപാത്രങ്ങളായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ നായകൻ ലവൻ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അവൻ്റെ അച്ഛനെ അവൻ്റെ അച്ഛനെ അനുകരിക്കുകയാണ്. അതായത് ഈ സിനിമയെ നിങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ സിനിമയായിട്ട് കണ്ട് ഒരു രസമുള്ളൊരു ഫീൽ ഗുഡ് അനുഭവമായിട്ട് അങ്ങ് കാണാം. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞു പടമായിട്ട് കാണാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ അച്ഛനമ്മമാരെ അനുകരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ ഇവരാവർത്തിക്കുന്നതിനൊക്കെ കാരണമാവുന്ന കുറേ എലമെൻറ്റുകളുണ്ട്. ആ എലമെൻറ്റുകളെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി അവൻ്റെ അച്ഛൻ മുതിർന്ന് ഇത്രയും പ്രായമായിട്ടും ചെയ്യുന്ന അതേ തെറ്റുകൾ തന്നെ അവൻ ആ കുഞ്ഞു പ്രായത്തിൽ അവൻ്റെ സ്കെയിലിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണ്. അതിനെ അച്ഛൻ ചോദ്യം ചെയ്യുമ്പോൾ ഇവൻ്റെ തിരിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ അയാൾ ഷെയ്ക്ക് ആവുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് നല്ല മൊമെൻറ്റുകളുള്ള, നല്ല പെർഫോമൻസുകളുള്ള, നല്ല മ്യൂസിക്കുള്ള ഒരു കൊച്ചു പടം. കമലക്കണ്ണനാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് തന്നെ തിരക്കഥയാണ്. ശിവ കാർത്തികേയനോടൊരു താങ്ക്സ് പറയണം. അങ്ങേര് ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പം അതൊരു ഭയങ്കര രസമുള്ള കാര്യമല്ലേ, ഇങ്ങനെയുള്ള കുഞ്ഞു പടങ്ങൾക്ക് വലിയ താരങ്ങളൊന്നും ഇല്ലാത്ത രസമുള്ള പടങ്ങൾ ഉണ്ടാകാൻ അങ്ങനൊരു അഭിനേതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു താരം കാരണമാവുന്നു എന്നുള്ളത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ജിബ്രാൻ്റെ മ്യൂസിക്കാണ്. പിന്നെ സുമി ഭാസ്കരൻ്റെയും ശിവനന്ദീശ്വരൻ്റെയും, ആദ്യം പറഞ്ഞ ആൾ ക്യാമറയും രണ്ടാമത് പറഞ്ഞ ആൾ എഡിറ്റിങ്ങുമാണ്. നല്ല വർക്കാണ്, നല്ല രസമാണ്. ആ കാലഘട്ടം, കാലാവസ്ഥ, ഇമോഷൻസ്, ചില സമയത്ത് പെയിൻ, ടെൻഷനൊക്കെ ഉണ്ട്. ഇവൻ കുറച്ച് പൈസ ഉണ്ടാക്കിയേ പറ്റൂ. ഇപ്പം നമ്മളൊരു എനിക്കൊക്കെ ഓർമ്മയുള്ളത് പഴയ മറ്റേ CD വാടകയ്ക്ക് എടുക്കുന്ന സിനിമയുടെ CD വാടകയ്ക്ക് എടുക്കുന്നിടത്തുനിന്ന് ഇത് കൃത്യമായിട്ടൊരു സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഒരു ദിവസം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വാടക മാറുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു പൈസ ഉണ്ടാവും. അതിൽ കൂടുതൽ വീട്ടിൽ നിന്ന് തരാനില്ല. ഇത് തന്നെ ലക്ഷറി ആണെന്ന് ആലോചിക്കണം, അൾട്രാ ലക്ഷറി ആണ് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ പൈസ തരാനില്ല. നമ്മൾ ഒരു ദിവസമോ 2 ദിവസമോ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കടയുടെ മുന്നിൽ കൂടി പോകുമ്പോൾ നമ്മളിങ്ങനെ മുങ്ങി നടക്കും. കുറേ കാര്യങ്ങളുണ്ട്. അന്ന് അതൊക്കെ വലിയ ലോകോത്തര പ്രശ്നമായിട്ടൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അത് സാരമില്ലടാ, നീ ആ CD തന്നാൽ മതി എന്ന് അവർ വളരെ കൂളായിട്ട് പറയുന്നത് കേട്ട് ഇങ്ങനെ മനുഷ്യന്മാരൊക്കെ ഉണ്ടോ എന്നൊക്കെ ആ സമയത്ത് ആലോചിച്ച് പോയിട്ടുള്ള അങ്ങനത്തെ കുറേ രസമുള്ള ഓർമ്മകളെ എന്നിലേക്ക് കൊണ്ടുവന്ന ഒരു നല്ല സിനിമയാണ്. പറ്റിയാൽ കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ സിനിമ കണ്ടയാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് ഒരുപക്ഷെ കുറേ ആളുകളിലേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു നല്ല സിനിമ എത്താൻ കാരണമായേക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.